എൻ ചാരമേ ഞാൻ കാണുന്നു എൻ സ്നേഹസഖിയായി. ഈ ലോകസഖികൾ എല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകനായും ദൈവമേ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 20 വാക്യം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മാന്യതയല്ല, ദൈവബോധമാണ് മനുഷ്യൻ്റെ മഹത്വം. മനുഷ്യന് ധനം, പദവി, പ്രശസ്തി, വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ ആ ജീവിതം ശൂന്യമാണ്. ലോകം നൽകുന്ന മാന്യത താൽക്കാലികമാണ്. ഇന്ന് മനുഷ്യൻ സമ്പത്തിനെയും സ്ഥാനത്തെയും ആശ്രയിച്ച് തൻ്റെ മഹത്വം അളക്കുന്നു. പ്രശസ്തി ആത്മാവിനെ രക്ഷിക്കുകയില്ല. മനുഷ്യൻ്റെ യഥാർത്ഥ വില ദൈവസന്നിധിയിലാണ്. മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ബോധമില്ലാത്ത ജീവിതം ആത്മീയ നാശത്തിലേക്ക് നയിക്കും. ഇവിടെ ബോധമെന്നത് വിദ്യാഭ്യാസമല്ല, ദൈവഭയവും ആത്മീയ വിവേകവും ദൈവത്തെ തിരിച്ചറിയുന്നതുമാണ്. ദൈവമില്ലാത്ത ജീവിതം ഭക്ഷണം, ഉറക്കം, സമ്പാദ്യം എന്ന ചക്രത്തിൽ മാത്രം ഒതുങ്ങുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത്. ദൈവബോധം മനുഷ്യനെ ഉയർത്തും. ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയവും സത്യത്തിൽ നടക്കുന്ന ജീവിതവും സ്നേഹവും കരുണയും നിറഞ്ഞ സ്വഭാവവും മനുഷ്യൻ്റെ യഥാർത്ഥ മഹത്വം കാണിക്കുന്നതാണ്. പ്രിയരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ദൈവത്തെ അറിയുന്നുണ്ടോ? എൻ്റെ ജീവിതം വെറും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നതിനാണോ? ഇന്നത്തെ വാക്യം നമ്മെ ഉണർത്തട്ടെ. ലോകത്തിൻ്റെ മഹത്വം നശിക്കും, എന്നാൽ ദൈവത്തോടുള്ള ബന്ധം നിത്യമാണ്. അതിനാൽ നാം ധനത്തിലും പദവിയിലും മാത്രം ശ്രദ്ധിക്കാതെ ദൈവിക ജ്ഞാനത്തിലും ആത്മീയ ബോധത്തിലും വളരുവാൻ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിൻ്റെ താൽക്കാലിക മഹത്വത്തിൽ മാത്രം ജീവിക്കാതെ നിന്നെ അറിയുന്ന ജ്ഞാനത്തിൽ ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.